Good morning, dear students, and warm welcome to our 12th online class. Today's our topic is management by participation. We already discussed in the previous class, that is about management by objectives. But today's topic, that is management by participation. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒബ്ജക്റ്റീവ്സിനായിരുന്നു. അതേസമയം ഇവിടെ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാർട്ടിസിപ്പേഷനാണ്. ആരുടെ പാർട്ടിസിപ്പേഷനാണ്? സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷനാണ്. ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എംപവറിങ് ദ എംപ്ലോയീസിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്കില്ല്, ടാലൻ്റ് എന്ന് പറയുന്നതിനെ എങ്ങനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എംപവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ എംപ്ലോയീസ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സജഷൻസ് അല്ലെങ്കിൽ ഐഡിയാസ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിൻ്റെ കൂടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം, അതിനൊരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള കെയ്ത്ത് ഡേവീസ് ആണ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ക്ലീൻ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ക്ലീൻ ഡെഫിനിഷൻ തരുന്നത്. എന്താണ് കെയ്ത്ത് ഡേവീസ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. Participation is a mental and emotional involvement of an employee in a group situation which encourages him to contribute to group goals and share responsibility in them. ഇവിടെ കെയ്ത്ത് ഡേവീസിൻ്റെ ഒരു വേർഡ്സിൽ പറയുകയാണെങ്കിൽ അവിടെ എംപവർമെൻറ്റ് ഓഫ് ദ എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു എംപവർമെൻ്റ് ആണ് പറയുന്നത്? ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു എംപവർമെൻറ്റ്, അതായത് ഒരു റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അതോറിറ്റീസ് എന്ന് പറയുന്ന ആ ഡ്യൂട്ടീസ് എടുക്കാനുള്ള ഒരു എംപവർമെൻ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് എംപ്ലോയീസിനെ ഉയർത്തണം എന്നുള്ളതാണ് കെയ്ത്ത് ഡേവീസ് ഇവിടെ നമുക്ക് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്കറിയാം എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ ഏരിയയിലാണ് എയിം ചെയ്യേണ്ടത്? ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്കാണ് എംപ്ലോയീസിനെ എംപവർമെൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വരേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ആക്ടിവേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ് ഈ വർക്കേഴ്സ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ എൻഗേജ് ചെയ്യുന്ന ഏരിയാസിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഹയർ ലെവൽ ഓഫ് നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് എന്ന് പറയുന്ന അതിലേക്ക് ഉള്ള ഒരു എംപവർമെൻറ്റ് കൂടി ഇവിടെ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ എയിം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൂടുതലായിട്ട് എംപ്ലോയീസിനെ ഉയർത്തി കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഇൻകോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. അതായത് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ എംപ്ലോയീസിൻ്റെയും കൂടിയും ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ മാത്രമേ അവരുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിലേക്ക് കൂടുതലായിട്ട് എംപ്ലോയീസിനെ ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻകോർപ്പറേഷൻ ഏരിയയിലേക്ക് സബോർഡിനേറ്റ്സിനെയും കൂടിയും ഇൻവോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഓരോ എംപ്ലോയീസിൻ്റെയും സജഷൻസ് അതുപോലെ തന്നെ അവരുടെ ഐഡിയാസും കൂടിയും ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ ഇവരുടെയും കൂടിയും ഐഡിയാസ് അല്ലെങ്കിൽ സജഷൻസ് കൂടി എടുക്കണം. അതിനുശേഷം മാത്രമേ പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെ അതായത് അവരുടെയും കൂടിയും തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ സജഷൻസിന് ഐഡിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് വരും? ആ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അവരുടെ താല്പര്യങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യങ്ങൾ കൂടിയായിട്ട് എടുക്കാനുള്ള ആ ഒരു സൈക്കോളജിക്കൽ
മോട്ടിവേഷൻ എന്ന് പറയുന്നത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എംപ്ലോയീസിന് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ കൂടുതലായിട്ട് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക്, അതുപോലെ തന്നെ ജോബ് കമ്മിറ്റ്മെൻറ്റ്, അതോറിറ്റീസ് റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനുള്ളൊരു താല്പര്യം കൂടിയും ഈ സബോർഡിനേറ്റ്സിൻ്റെ ഭാഗത്തിൽ നിന്ന് എൻഹാൻസ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റിന് സാധിക്കും. അപ്പോൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ മാത്രമല്ല, പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നമുക്ക് നേരത്തെ കെയ്ത്ത് ഡേവിസിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജനറലായിട്ട് നമുക്ക് പാർട്ടിസിപ്പേഷൻ ബൈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നോക്കാം. So, management by participation or participatory management, it is the practice of empowering members of a group such as employees of a company or citizens of a community to participate in organizational decision making. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ടീമിൻ്റെ തന്നെ മോട്ടിവേഷണലായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോളിലേക്ക് ഉയർത്താനായിട്ട് സബോർഡിനേറ്റ്സിനെ പാകപ്പെടുത്തുന്ന രീതിയില്ല. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ഉയർത്താനായിട്ടുള്ള ഒരു തോട്ടാണ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു മീനിങ് ആയിട്ട് പറയാനായിട്ട് സാധിക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് റോൾസ് ആണ്. ഈ റോൾസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? മാനേജേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സബോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ആ ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ട് റോൾ ടു ബി പ്ലേഡ് ഇൻ ദ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു ഡിസ്കഷനാണ് നെക്സ്റ്റ് നമുക്ക് നടത്തേണ്ടത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് റോൾ ഓഫ് എ മാനേജർ. ഒരു മാനേജറുടെ റോൾസ് എന്തൊക്കെയാണ്? അപ്പം മാനേജർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ്? ക്രിയേറ്റിംഗ് ദ പാർട്ടിസിപ്പേഷൻ. ഒരു പാർട്ടിസിപ്പേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു റോളാണ് ആരിവിടെ കളിക്കേണ്ടത്? നമ്മുടെ മാനേജർ എന്ന് പറയുന്ന ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു മെൻറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മോണിറ്റർ ആയിരിക്കാം. അപ്പോൾ അവിടെ മാനേജർ എന്ന് പറയുന്ന ആ ഒരു തസ്തികയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ റോൾസാണ് അവിടെ കാഴ്ചവെക്കേണ്ടത്? ഫസ്റ്റ് വൺ ഇൻഫ്ലുവൻസ് ആണ്. അതായത് സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കണം. സെക്കൻഡ് ഇൻട്രാക്ഷൻ ആണ്. അതായത് സബോർഡിനേറ്റ്സും എംപ്ലോയീസും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ വരുത്തി കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഓരോരുത്തരെ പറ്റി വ്യക്തിപരമായിട്ട് അവരുടെ കഴിവുകൾ, അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്. അതായത് ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് മാനേജർ. അപ്പോൾ അതിൻ്റെ മേലെ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട്, താഴെ ലോവർ ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് ഫംഗ്ഷനാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ചേഞ്ച് ഇൻ ദ ഓറിയൻറ്റേഷൻ. അതായത് നമുക്ക് എവിടെയാണോ വീക്ക്നെസ് എന്ന് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കി എലിമിനേറ്റ് ചെയ്തുകൊണ്ട് അവർ മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് ഉയർത്തണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ചാർജ് ചെയ്യേണ്ടത് എന്താണ്? ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് ആണ്. അവരെ സ്യൂട്ടബിൾ ടു ദ ഓർഗനൈസേഷൻസ് ഗോൾസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് ഉയർത്തേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? മാനേജേഴ്സിനുണ്ട്. ലാസ്റ്റ് റോളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഡിസ്പ്ലേയിങ് ട്രസ്റ്റ് ആൻഡ് ടോളറൻസ്. വിശ്വസ്തത പുലർത്തണം. അത് ആരോടൊക്കെ വിശ്വസ്തത പുലർത്തണം? സബോർഡിനേറ്റ്സിനോടും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനോടും ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ടോളറൻസ്, എല്ലാത്തിലും ഒതുങ്ങിക്കൂടി പോവാൻ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് മാനേജ്മെൻറ്റിനെ ആയാലും അതുപോലെ തന്നെ ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെ ആയാലും ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതായത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലാണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുന്നത്. അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഇൻ്റർമീഡിയറി എന്ന് പറയുന്ന ആ ഒരു ടോളറൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് ഇവിടെ റോൾ ഓഫ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആണ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റിയിൽ ഒരു മാനേജർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ.
നെക്സ്റ്റ് നമുക്ക് റോൾ എന്ന് പറയുന്നത് റിലേറ്റഡ് എംപ്ലോയീസിൻ്റെ റോൾ എന്താണ്? അപ്പോൾ എംപ്ലോയീസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ ആണ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫങ്ഷനിൽ ഒരു പാർട്ടിസിപ്പേറ്റർ ആവാം, ഒരു പാർട്ട്ണർ ആവാം, അതിലൊരു പേഴ്സൺ, ഒരു ഇൻവോൾവ്ഡ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് പ്ലേ ചെയ്യുക എന്നുള്ളതാണ് എംപ്ലോയീസിൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ റോൾ ഓഫ് എംപ്ലോയീസ് ഇൻ ദ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഫങ്ഷൻസിൽ മെയിനായിട്ട് വരുന്നത് വോട്ടിംഗ് ആണ്. അതായത് ഏതൊരു കാര്യത്തിൻ്റെയും തീരുമാനത്തിൻ്റെ ഉള്ള ചർച്ചയിൽ ഒരു വോട്ടിംഗ് റൈറ്റ് കൊടുക്കാൻ, അതിനെക്കുറിച്ച് യെസ് ഓർ നോ എന്ന് പറയാനുള്ള ഒരു ധൈര്യം ആര് കാണിക്കണം? ഓരോ എംപ്ലോയീസും കാണിക്കണം. സെക്കൻഡ് റോളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് മെമ്പർഷിപ്പ് ഇൻ ദ വർക്ക്സ് കൗൺസിൽ ആൻഡ് സൂപ്പർവൈസറി ബോർഡ്. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് കമ്മിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വർക്ക് കൗൺസിൽസ് രൂപീകരിക്കുന്നുണ്ട്. ഈ വർക്ക് കൗൺസിൽസിൽ ഏതെങ്കിലും ഒരു വർക്ക് കൗൺസിലിൻ്റെ മെമ്പറായിരിക്കുകയോ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറി ബോർഡിൻ്റെ മെമ്പറായിരിക്കാനുള്ള ഒരു താല്പര്യം ആര് കാണിക്കണം? നമ്മുടെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് കാണിച്ചിരിക്കണം. നെക്സ്റ്റ് റോള് പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ ആൻഡ് ആക്റ്റീവ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾക്ക് ഉള്ള അറിവിനേക്കാൾ കൂടുതലായിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഓരോ എംപ്ലോയീസും എടുക്കണം. അതായത് സ്വന്തമായിട്ടുള്ള അറിവ് വലുതാണെന്ന് വിചാരിക്കില്ല, ആ അറിവിനെ എൻഹാൻസ് ചെയ്യാനുള്ള മെത്തേഡ്സ്, ടെക്നിക്കലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് ഉയരാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ ഒരു ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എൻ്റെ ഒരു ആശയം എൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല, ആ ആശയത്തിനെ പുറത്തേക്ക് എടുക്കാനായിട്ട്, അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർവേഡ് ആയിട്ട് വരാനുള്ള ഒരു താല്പര്യം കൂടിയും ഓരോ എംപ്ലോയീസും കാണിക്കണം. നെക്സ്റ്റ് വണ്ണായിട്ട് വരുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഫിറ്റ്സ്. സബോർഡിനേറ്റ്സ് റിവാർഡിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ റിവാർഡ് എന്ന് പറയുന്നത് നോർമൽ റേറ്റ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഫെയർ റേറ്റ് എന്ന് പറയുന്ന ലെവലിലേക്ക് ഉയരുമ്പോഴാണ് അവർക്ക് അവിടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് പാർട്ടിസിപ്പേഷൻ എന്തിലൊക്കെ ഉണ്ടായിരിക്കണം? പ്രോഫിറ്റ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സിലും അവിടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആൻഡ് ഷെയർ ഓഫ് ദ കമ്പനി. ആ കമ്പനിയുടെ ഓരോ ഓണർഷിപ്പിലും കൂടി ഈ എംപ്ലോയീസിനെ മെമ്പേഴ്സ് ആക്കുമ്പോൾ അവിടെ കൂടുതലായിട്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുന്ന ആ മോട്ടോയിലും കൂടുതലായിട്ട് താല്പര്യം കാണിക്കാനായിട്ട് എല്ലാ സബോർഡിനേറ്റ്സിനും അതുപോലെ തന്നെ എല്ലാ എംപ്ലോയീസിനും സാധിക്കും. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആണ് അല്ലെങ്കിൽ ഇത്രയും റോൾസ് ആണ് ഒരു എംപ്ലോയീസ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും റോൾ ഓഫ് മാനേജറും റോൾ ഓഫ് എംപ്ലോയീസും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉയർത്തുന്നത് ഓണർഷിപ്പ് എന്ന് പറയുന്ന അതിൽ ഒരു പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ അവിടെ ഫ്രീഡം എന്ന് പറയുന്നത് ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്നുണ്ട്? നോളേജിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ തിങ്കിങ്ങിൽ വരുന്നുണ്ട്, ക്രിയേറ്റിവിറ്റിയിൽ വരുന്നുണ്ട്, സജഷൻസിൽ വരുന്നുണ്ട്, വർക്കിംഗ് ഇൻവോൾവ്മെൻറ്റിൽ വരുന്നുണ്ട്. ഇതെല്ലാം എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിലും അതുപോലെ തന്നെ ഓരോ എംപ്ലോയീസിൻ്റെയും സെൽഫ് കോൺഫിഡൻസും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആണ്. നമ്മൾ ആദ്യം മാനേജ്മെൻറ്റിൽ 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഇവിടെ നമുക്ക് പറയാനുള്ള ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ സബോർഡിനേറ്റ്സിൻ്റെയും അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ റൈറ്റുകളാണ്. എന്തിനൊക്കെയുള്ള അവകാശങ്ങൾ ഓരോ എംപ്ലോയീസിനും അതുപോലെ തന്നെ ഓരോ സബോർഡിനേറ്റ്സിനും ഉണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് റൈറ്റ് ടു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനും അത് പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അത് പറയാനുമുള്ള ഷെയർ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ റൈറ്റ് ടു ബി ഹിയേർഡ്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു റൈറ്റും കൂടിയും ഇവിടെ ആവശ്യമുണ്ട്. ദെൻ റൈറ്റ് ടു സ്പീക്ക്, ഞാൻ കേട്ടതിൽ നിന്ന് എനിക്കെന്താണോ മനസ്സിലായത് അതിൽ നിന്ന് സജഷൻസ് ഐഡിയാസ് ഞാൻ പറയാനായിട്ട് തയ്യാറാവണം.
റൈറ്റ് ടു അഡ്വൈസ്, എവിടെയെങ്കിലും ഏതെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ, വീഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അത് അഡ്വൈസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കൂടി ഉയരാനായിട്ട് ഓരോ എംപ്ലോയീസും തയ്യാറാവണം. ദെൻ റൈറ്റ് ടു ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്താണ്? ഒരു പേഴ്സണൽ ഗോള്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഗോള്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഓർഗനൈസേഷണൽ ഗോള്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി, ഓരോരുത്തരുടെയും അതോറിറ്റീസ്, ഡ്യൂട്ടീസ്, അത് ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് റൈറ്റ് ടു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു കൺസെൻറ്റ്. എനിക്ക് സ്വന്തമായിട്ട് കൺസെൻ്റ് ഇല്ലാത്തൊരു കാര്യം മറ്റുള്ളവരുടെ ഫോഴ്സിൽ ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകരുത്. അതായത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ ഒരു കൺസെൻറ്റ് കിട്ടാതെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ വരാതെ നമ്മളെ ഫോഴ്സ്ഫുള്ളി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ആ ലെവലിലേക്ക് ഉയരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ത് വാങ്ങിയിരിക്കണം? സബോർഡിനേറ്റ്സിൻ്റെ റൈറ്റ് ടു കൺസെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു അവകാശത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കണം. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു ഡിസ്പ്യൂട്ട് ആൻഡ് സെറ്റിൽമെൻറ്റ്. നമുക്ക് തെറ്റായിട്ട് തോന്നുന്ന കാര്യങ്ങളിൽ പ്രതികരണശേഷി ഉണ്ടായിരിക്കണം. ആ പ്രതികരണശേഷി എന്ന് പറയുന്നത് ഒരു ഡിസ്പ്യൂട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിലൊരു കോംപ്രമൈസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു അവകാശം കൂടി നമ്മൾ എടുക്കണം. നമ്മൾ പറഞ്ഞതിൽ മുറുകെ പിടിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ആ ഫാക്ടറിലേക്ക് കൂടി ഓർഗനൈസേഷൻ പറയുകയാണെങ്കിൽ അതിലേക്കും കൂടിയും ഇൻവോൾവ്ഡ് ആവാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നതാണ് റൈറ്റ് ടു ഡിസ്പ്യൂട്ട് ആൻഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് റൈറ്റായിട്ട് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ സെറ്റിൽമെൻറ്റ്. അതായത് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഒരു അവകാശമായിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അതൊരു ഓർഗനൈസേഷന് എതിരായിട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇത്രയുമാണ് ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷനിൽ ഓരോ സബോർഡിനേറ്റ്സിലും വരുന്ന റൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ലെവൽസിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്കൊരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഓരോ സബോർഡിനേറ്റ്സിൻ്റെയും എന്തൊക്കെയാണ് അവർക്ക് എടുക്കാൻ പറ്റാവുന്ന റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണുള്ളതാണ് നമ്മൾ ലെവൽസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിസിപ്പേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന് പുറമേ നമ്മളുടെ കൂടുതലായിട്ട് ഒരു 5 ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 5 ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതിൽ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇൻഫോർമേറ്റീവ് പാർട്ടിസിപ്പേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു റൈറ്റ് ടു ഇൻഫോർമേഷൻ, റൈറ്റ് ഓഫ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമുക്കൊരാളോട് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സജഷൻ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കേസ് സ്റ്റഡി ഉണ്ടായിരിക്കണം, നമ്മൾ നോളേജ് അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവിടെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഷെയറിങ് ഓഫ് ഇൻഫോർമേഷൻ വിത്ത് വർക്കേഴ്സ്, ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ആ കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷനെ കുറിച്ച് വർക്കേഴ്സിനെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു പാർട്ടിസിപ്പേഷനാണ് ഇവിടെ ഇൻഫോർമേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വർക്കേഴ്സിന് ഷെയറിങ് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്ന ആ ഫംഗ്ഷനിലേക്ക് ഓരോ വർക്കേഴ്സിനെയും എത്തിക്കാനായിട്ട് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തന മേഖലകളെ കുറിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും മാനേജ്മെൻറ്റ് വർക്കേഴ്സുമായിട്ട് ഷെയർ ചെയ്തിരിക്കണം. പക്ഷേ നമ്മൾ വർക്കേഴ്സ് എന്ന് പറയുന്നത് ദേ ഹാവ് നോ റൈറ്റ് ടു സ്ക്രൂട്ടനൈസ് ദ ഇൻഫോർമേഷൻ. ആ ഇൻഫോർമേഷനെ വേർതിരിച്ചെടുക്കേണ്ട ഒരു റൈറ്റ് ഒരിക്കലും ആർക്ക് വരുന്നില്ല? വർക്കേഴ്സിന് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന് വരുന്നില്ല. സെക്കൻഡ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷനാണ്. കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹയർ ഡിഗ്രി ഓഫ് ഷെയറിംഗ് ഓഫ് വ്യൂസ് ആണ്. അതായത് ഓർഗനൈസേഷൻ്റെ ഗോൾസ് എന്ന് പറയുമ്പോൾ ആ ഗോൾസ് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ ഓർഗനൈസേഷൻ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് വ്യൂ ചെയ്യുന്നത്, അവരെന്താണ് എയിം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഷെയറിംഗ് ആണ് കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതിൽ ഇവിടെ വരുന്നത്. അതായത് ഓരോ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസും നടത്തേണ്ടത് ആരാണ്? സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ വർക്കേഴ്സാണ്. അപ്പോൾ വർക്കിനെ കുറിച്ചും അതുപോലെ തന്നെ വർക്ക് പ്ലേസിനെ കുറിച്ചും വർക്കിംഗ് കണ്ടീഷൻസിനെ കുറിച്ചും
അതോടൊപ്പം തന്നെ നമുക്ക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ മാർക്കറ്റ് സ്റ്റാൻഡിങ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആർക്ക് കൊടുത്തിരിക്കണം? പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരെ അതിലേക്ക് ഫിറ്റാക്കാൻ വേണ്ടി, അതായത് സ്യൂട്ടബിൾ പേഴ്സൺ, സ്യൂട്ടബിൾ വർക്കർ ആക്കാനായിട്ടുള്ള ഒരു കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് ഉയർത്തണം എന്നുള്ളതാണ് ഇവിടെ സെക്കൻഡ് ലെവൽ എന്നായിട്ട് പറയുന്നത്. അപ്പം മാനേജ്മെൻറ്റിന് സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് പറയുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ സജഷൻസ് ചിലപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യാം, ചിലപ്പോൾ അവർ റിജക്റ്റ് ചെയ്യാം. എന്നുണ്ടെങ്കിലും അതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കും. ഞാൻ പറഞ്ഞത് മാനേജ്മെൻറ്റ് എടുത്തിട്ടില്ലല്ലോ, അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വരരുത്. അവരുടെ ആശയങ്ങൾ മാനേജ്മെൻറ്റിന് സ്യൂട്ടബിളായി തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ മാനേജ്മെൻറ്റ് അത് എടുക്കുള്ളൂ. പക്ഷേ നമ്മൾക്ക് ഒരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം മാനേജ്മെൻറ്റ് സബോർഡിനേറ്റ്സിന് അവിടെ കൊടുക്കണം എന്നുള്ളതാണ് കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അവിടെ അവർക്ക് ആശയങ്ങൾ പറയണമെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ A to Z എന്ന് പറയുന്ന ഫാക്ടേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷനിൽ ഉണ്ടായിരിക്കണം. തേർഡ് ലെവൽ അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷനാണ്. അതായത് ഒരു അസോസിയേഷൻ ഓഫ് വർക്കേഴ്സാണ്. മാനേജേഴ്സും അതുപോലെ തന്നെ സബോർഡിനേറ്റ്സും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം, ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കണം. ഇവിടെ വരുന്നത് മോറൽ ഒബ്ലിഗേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് തേർഡ് ലെവലിൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് മോറൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സ് പറയുന്ന ഐഡിയാസ് അല്ലെങ്കിൽ സജഷൻസ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാനും അത് അതിൻ്റേതായ ഒരു വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ വെരിഫിക്കേഷൻ ആൻഡ് സ്ക്രൂട്ടിനൈസിങ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുകയും അല്ലാത്തതിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് റിജക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വേണം ഡിസിഷൻ കൗൺസിൽ എടുക്കേണ്ടത്. അല്ലാതെ സബോർഡിനേറ്റ്സ് പറഞ്ഞതല്ലേ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ തള്ളിവിടരുത്. തീരുമാനങ്ങൾ എടുക്കുന്ന കൗൺസിലിൽ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളും റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കോൺസെപ്റ്റാണ് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു വ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷനാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹാഫ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനാണ് കൂടുതൽ റോൾ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇവിടെ ഡിഗ്രി ഓഫ് ഷെയറിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതോറിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ദ ഡ്യൂട്ടീസ്. ഇതാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷനിൽ കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത് 3 ഫങ്ഷൻസ് ആണ്: അതോറിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ ഡിഗ്രീസ്. അതായത് മാനേജറിയൽ വർക്കിൽ വരുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വർക്കേഴ്സിനെ നമ്മൾ ഫ്രീഡം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ്. അവിടെ ഓട്ടോണമി എന്ന് പറയുന്നതിന് അഡ്മിനിസ്ട്രേഷൻ ഓട്ടോണമി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു സൂപ്പർവൈസറി പവേഴ്സിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സൂപ്പർവൈസറി പവേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എംപ്ലോയീസിൻ്റെ വെൽഫെയർ, സേഫ്റ്റി, സെക്യൂരിറ്റി, അതുപോലെ തന്നെ റിട്ടേൺ, ബെനിഫിറ്റ്സ്, പ്രോഫിറ്റ്സ്, ഇതിന് റിവാർഡ്സ്, ഇതിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷനിൽ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഫിഫ്ത്ത് ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസിസീവ് പാർട്ടിസിപ്പേഷനാണ്. അതായത് ഇവിടെ ഹയ്യസ്റ്റ് ഫോം ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ ഡിസിസീവ് പാർട്ടിസിപ്പേഷനിൽ ജോയിൻ്റായിട്ട് മാനേജേഴ്സും സബോർഡിനേറ്റ്സും ജോയിൻ്റായിട്ടായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അത് എടുക്കേണ്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ ലെവലിലായിരിക്കണം? പ്രൊഡക്ടിവിറ്റിയുടെ കേസിലും സേഫ്റ്റി, സെക്യൂരിറ്റി, വെൽഫെയർ, റിവാർഡ്സ്, റിട്ടേൺ, ഈ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാനേജേഴ്സും അതുപോലെ തന്നെ സബോർഡിനേറ്റ്സിൻ്റെയും ഒരു കൂട്ടായ്മയിൽ നിന്ന് തന്നെയായിരിക്കണം തീരുമാനങ്ങൾ വരേണ്ടത്. അല്ലാതെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മാത്രം എടുത്ത തീരുമാനങ്ങൾ സബോർഡിനേറ്റ്സിനെ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്നത്. അപ്പോൾ 5 ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇൻഫോർമേറ്റീവ്, കൺസൾട്ടേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ്, അസോസിയേറ്റീവ് ആൻഡ് ഡിസിസീവ് എന്ന് പറയുന്ന 5 ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ.
ഇനി ഡിഗ്രി ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇവിടെ പലപ്പോഴും നമ്മൾ ലെവൽ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഡിഗ്രി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡിഗ്രി ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് തോന്നാം. ലെവൽ എന്ന് പറയുന്നത് തന്നെയല്ലേ ഡിഗ്രി എന്ന് പറയുന്നത്? അല്ല, ഡിഗ്രി എന്ന് പറയുന്നതിൽ ഇവിടെ നമ്മൾ നോക്കുന്നത് എത്രത്തോളം സബോർഡിനേറ്റ്സിനെ നമ്മൾ എൻകറേജ് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാറ്റഗറിയിലാണ് ഡിഗ്രി ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു ഡിസ്കഷൻ നമുക്ക് എടുക്കേണ്ടത്. അതായത് ദി എമൗണ്ട് ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് വെരിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു ഡിഗ്രി എന്ന് പറയുന്ന തലത്തിലേക്ക് ആ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ലെവൽ എന്ന് പറയുന്നതിൻ്റെ ഒരു അപ്പർ ലെവൽ അല്ലെങ്കിൽ ഹയർ ലെവലിലാണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് സാധ്യമാകുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ആരാണ് നടത്തേണ്ടത്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് നടത്തേണ്ടത്. പക്ഷേ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ ആരുമായിട്ട് ഷെയർ ചെയ്യണം? നമ്മുടെ സബോർഡിനേറ്റ്സ് ആയിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഡിഗ്രി ഓഫ് പാർട്ടിസിപ്പേഷനിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഓൾ ടൈപ്സ് ഓഫ് ഇഷ്യൂസ്, അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്നത് ആരാണ്? സബോർഡിനേറ്റ്സ് ആണ്. ബിക്കോസ് പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നത് സബോർഡിനേറ്റ്സ് ആണ്. അവിടെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് കൂടുതലായിട്ട് എടുക്കേണ്ടത്. പെർഫോമൻസ് ആയാലും ഫീഡ്ബാക്ക് ആയാലും അതുപോലെ തന്നെ ഇവാലുവേഷൻ ആയാലും നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ തന്നെയാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സ് പെർമിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതിനാണ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷനിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് സബോർഡിനേറ്റ്സിനെ പെർമിറ്റ് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിൽ പെർമിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് ഒരു ഇൻഫ്ലുവൻസിങ്, എനിക്കും ആ തീരുമാനങ്ങളിൽ എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടിയുണ്ട്, ആ എടുത്ത തീരുമാനം എൻ്റെയും കൂടി അഭിപ്രായമാണ് എന്ന് വരുത്തി തീർക്കുകയും അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റിൽ എടുക്കുന്നത്. അപ്പോൾ ഫൈനൽ ചോയ്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആ കണ്ടിന്യൂസ് പ്രോസസ്സിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ എംപ്ലോയീസിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഡിഗ്രി ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആണ്. നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ്റെ ആ ഒരു ബേസ് വെച്ചിട്ട് തന്നെ എന്നാൽ അതിനേക്കാൾ ഉപരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു സബോർഡിനേറ്റ്സിനെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അവരുടെ ഒരു എഫിഷ്യൻസി, എംപവർമെൻറ്റ് എന്ന് പറയുന്ന എംപ്ലോയീസിനെ ഉയർത്തി കാണിക്കാനായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് തോട്ടാണ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ. അവയുടെ വരുന്ന ഡിഫറെൻറ്റ് ഫോംസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതിൽ കുറച്ച് ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സജഷൻ സിസ്റ്റമാണ്. അതായത് സജസ്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെയാണ് സജസ്റ്റീവ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്തിനെങ്കിലും കുറിച്ച് ഒരു നോളേജ് അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി, ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ സജസ്റ്റീവ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ സജഷൻ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ ഫിനാൻഷ്യൽ റിവാർഡ്സിനെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ സജഷൻസ് പറയാനുള്ള ഒരു ഫ്രീഡം ആണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ബെനിഫിറ്റ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കണം? സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ വർക്കേഴ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അതായത് പോസിറ്റീവ് സൈക്കോളജിക്കൽ എൻവയൺമെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഓരോ എംപ്ലോയീസിൻ്റെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു എൻകറേജിങ് ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിന് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ സജസ്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ടൈപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത് മൾട്ടിപ്പിൾ മാനേജ്മെൻ്റ് ആണ്. മൾട്ടിപ്പിൾ എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് വരുമ്പോഴാണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് വരുമ്പോഴാണ് നമ്മൾ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്പിളായിട്ട് പറയുന്നത് നമുക്കറിയാം സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നവരെ നമ്മൾ എന്തിലും കൂടി കൗൺസിൽ, ഡിസിഷൻ കൗൺസിലും അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലും ഉയർത്തണം എന്നുള്ളതാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജൂനിയർ ബോർഡ്സ് എന്ന് പറയുന്ന ആ ഒരു കൗൺസിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ സബോർഡിനേറ്റ്സിനെയും അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ എംപ്ലോയീസ് എന്ന് പറയുന്നവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് കറക്റ്റായിട്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സബോർഡിനേറ്റ്സിനെയും കൂടി കൺവിൻസ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മൾട്ടിപ്പിൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്ന പ്രൊഡക്ഷൻ കമ്മിറ്റീസ് എന്ന് പറയുന്നതിൽ മാനേജേഴ്സും അല്ലെങ്കിൽ സുപ്പീരിയേഴ്സും മാത്രമല്ല സബോർഡിനേറ്റ്സും കൂടിയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലെങ്കിൽ പോളിസീസിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നതിലും ഈ എംപ്ലോയീസിൻ്റെയും കൂടി അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെയും കൂടിയും ഒരു പാർട്ടിസിപ്പേഷൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അങ്ങനെ വരുമ്പോഴാണ് പ്രൊഡക്ഷൻ്റെ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് മാക്സിമം ആക്കിയിട്ട് മാനേജ്മെൻറ്റിന് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം മൾട്ടിപ്പിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടൈപ്പിൽ നമ്മൾ എടുക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ മാത്രമല്ല പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിലും നമ്മൾ സബോർഡിനേറ്റ്സ് ആൻഡ് സുപ്പീരിയേഴ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് മൾട്ടിപ്പിൾ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. തേർഡ് ടൈപ്പ് കൺസൾട്ടേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്, അതായത് സൂപ്പർവിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ് എന്ന് പറയാം. അതായത് അവിടെ ഒരു ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നതാണ് ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു സുപ്പീരിയറിൽ നിന്ന് ആർക്കും ലഭിക്കുന്നത്, സബോർഡിനേറ്റ്സിന് ലഭിക്കുന്നത്. അത് ഓരോ ഫങ്ഷൻസിലും ഡെയിലി ലൈഫിലും ഡെയിലി ഫങ്ഷൻസിലും അതായത് ഡേ ടു ഡേ ഫങ്ഷൻസിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രവർത്തനങ്ങളിൽ ജോബ് ഏരിയാസിൽ ഈ ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും സജഷൻസും ആരിൽ നിന്നും ലഭിക്കും? മാനേജേഴ്സിൽ നിന്ന് സബോർഡിനേറ്റ്സിന് ലഭിക്കും. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലും സബോർഡിനേറ്റ്സിന് അവരുടേതായ പ്രാക്ടിക്കൽ പ്രോബ്ലംസും അതുപോലെ തന്നെ ഐഡിയാസ് സജഷൻസ് കൊടുക്കാനുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാനേജേഴ്സിന് സാധിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? കൺസൾട്ടേറ്റീവ് ആണ്. സുപ്പീരിയേഴ്സിൻ്റെയും മാനേജേഴ്സിൻ്റെയും ഒരു ഈക്വൽ ഇൻവോൾവ്മെൻറ്റിലാണ് തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് മെൻറ്ററിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിക്കാണ് കൂടുതൽ ഫോക്കസിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സബോർഡിനേറ്റ്സും അതുപോലെ തന്നെ സുപ്പീരിയേഴ്സും ഈക്വലായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഐഡിയാസ് ആയാലും സജഷൻസ് ആയാലും പ്രവർത്തനങ്ങളായാലും കൊണ്ടുവരാനായിട്ടും അതോടൊപ്പം ഓരോ എംപ്ലോയീസിൻ്റെയും കമൻസും കൂടിയും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? കൺസൾട്ടേറ്റീവ് മാനേജ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഫോർത്ത് ടൈപ്പ് എന്ന് പറയുന്നത് ക്വാളിറ്റി സർക്കിളാണ്. അതായത് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റിനേക്കാൾ കൂടുതലായിട്ട് ക്വാളിറ്റേറ്റീവ് മെഷർമെൻ്റ് ആണ്. ഈ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ മുമ്പ് മാനേജ്മെൻറ്റ് സ്റ്റഡി ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഫോർമാൻ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറുടെ കീഴിൽ 5 or 6 സബോർഡിനേറ്റ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുന്നുള്ളൂ. ഇവിടെ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷനിൽ പറയുന്നത് 8 മുതൽ 10 വരെയുള്ള എംപ്ലോയീസിനെ മാത്രമേ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു സുപ്പീരിയറുടെ കീഴിൽ വെക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇവിടെ കൂടുതൽ ഫോക്കസിങ് കൊടുക്കുന്നത് എന്തിനാണ്? ക്വാളിറ്റി സർക്കിളിനാണ്. അപ്പോൾ ക്വാളിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ ഇഫക്റ്റീവ് എഫിഷ്യൻറ്റ് കൺട്രോളിങ് നടക്കണമെന്നുണ്ടെങ്കിൽ കുറേ സബോർഡിനേറ്റ്സിനെ ഒരു സുപ്പീരിയറുടെ കീഴിൽ വെച്ചിട്ട് കാര്യമില്ല. കൂടുതലായിട്ട് സബോർഡിനേറ്റ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 8 or 10 സബോർഡിനേറ്റ്സിനെയാണ് മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി സർക്കിളിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് എപ്പോഴും ആ സൂപ്പർവൈസർ അല്ലെങ്കിൽ മാനേജർ ആരുടെ കൂടെ ഉണ്ടായിരിക്കും? ഈ സബോർഡിനേറ്റ്സിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ കൺട്രോളിങ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നടത്താനായിട്ട് സാധിക്കും. അതായത് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റിൽ വരുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ആയാലും ഗൈഡ് ലൈൻസ് ആയാലും ഈ വർക്കേഴ്സിന് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന് കൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ
ഈ മാനേജേഴ്സിന് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന് സാധിക്കും. അതുപോലെ തന്നെ ഓരോ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ, ഡിവിഷൻ ഓഫ് വർക്ക്, ജോബ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഓരോരുത്തരുടെയും കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അതോറിറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുന്ന കാര്യത്തിൽ ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ടൈപ്പിൽ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കൺവിൻസിങ് ആയിട്ടുള്ള, എംപ്ലോയീസിന് കൺവിൻസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കൺസെൻറ്റോട് കൂടി കൊടുക്കുന്ന പ്രവർത്തനങ്ങളായതുകൊണ്ട് അവർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ജോബ് ആയതുകൊണ്ട് അവരുടേതായ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് അവരുടെ ഒരു പ്രൊഡക്ടിവിറ്റി അവിടെ കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്ന മാനേജ്മെൻറ്റിൽ കൂടുതലായിട്ട് സബോർഡിനേറ്റ്സിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻ്റ് ആണ്. ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വർക്കേഴ്സിനാണ്. അതായത് ഏതൊക്കെയാണ് എംപ്ലോയീസ് ആ പ്രവർത്തന മേഖലയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, ആ വർക്കേഴ്സിന് ഓരോ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മാനേജ്മെൻറ്റാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ലേബേഴ്സ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ലേബേഴ്സിന് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന് ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലായാലും തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലായാലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതാണ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ ആയാലും സ്വന്തം താല്പര്യങ്ങൾക്കായാലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്താണ്, അവരുടെ തീരുമാനങ്ങളാണ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് എൻ്റേത് മാത്രമായിരിക്കും. അപ്പോൾ ആ പ്രവർത്തനം എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സ്വയം തൃപ്തി വരികയും മാത്രമല്ല അത് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് കൂടി ഉയർത്താനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ വരുന്നത് വർക്കേഴ്സിൻ്റെ ഓരോ കമ്മിറ്റീസ് രൂപീകരിക്കുക അല്ലെങ്കിൽ കൗൺസിൽ രൂപീകരിക്കുക. ആ കൗൺസിൽ ത്രൂ ആയിട്ട് ഓരോ എംപ്ലോയീസിൻ്റെയും അഭിപ്രായങ്ങൾ പറയാനായിട്ടും അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റി സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആ കൗൺസിലിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മാനേജ്മെൻ്റ് ആണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ട്രേഡ് യൂണിയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ട്രേഡ് യൂണിയൻസിൻ്റെയൊക്കെ വെറുതെ സമരം ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമല്ല, ഒരു പ്രതികരണ ശേഷിയുള്ള ലേബേഴ്സിനെ ഉയർത്തിയെടുക്കുക അല്ലെങ്കിൽ മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു കാറ്റഗറി മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു നല്ല വശം മാത്രമാണ് ഈ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് പലപ്പോഴും മോശമായൊരു രീതിയിലേക്കൊക്കെ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാൻ ഒരു കാരണമായിട്ട് മാറുന്നുണ്ടെങ്കിലും ഇവിടെ ഇന്ത്യയിൽ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്ന ഒരു സ്കീം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഗവൺമെൻറ്റിന് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ മേലിൽ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ, ഒരു വെൽഫെയർ എന്ന് പറയുന്ന ഒരു കൺട്രോളിങ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ആ കമ്മിറ്റികളിൽ നിർബന്ധമായിട്ട് ലേബേഴ്സ് മെമ്പേഴ്സ് ആയിരിക്കണം. അതിനൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ചിന്തിക്കരുത്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ അവർക്കൊരു സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കൗൺസിൽസ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു വ്യൂവിൽ അല്ലെങ്കിൽ ഒരു ഫോക്കസിങ്ങിലായിരിക്കണം മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്ന കമ്മിറ്റീസ് എന്ന് പറയുന്നത് വർക്കേഴ്സ് കമ്മിറ്റി ഓരോ ഓർഗനൈസേഷനിലും ആ ലേബേഴ്സിൻ്റെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കും. ആ ഒരു അസോസിയേഷനിൽ അവിടെ മെയിനായിട്ട് എയിം ചെയ്യുന്നത് പ്രൊമോഷൻ ഓഫ് ദ ലേബേഴ്സ് വെൽഫെയർ ആണ്. അവരുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സേഫ്റ്റി സെക്യൂരിറ്റി എന്ന് പറയുന്നതിന് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയാം. അതായത് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഈ വർക്കേഴ്സും തമ്മിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വർക്കേഴ്സ് കമ്മിറ്റി നിലനിൽക്കുന്നത്. അവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എംപ്ലോയീസിൻ്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അത്ര മാത്രമേ വർക്കേഴ്സ് കമ്മിറ്റിയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. സെക്കൻഡ് സ്കീം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിലാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ PTA എന്ന് പറയും, പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ. PTMA എന്ന് പറയുന്നുണ്ട്, പാരൻസ് ടീച്ചേഴ്സ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ. ഈ പാരൻസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്.
അപ്പോൾ പാരൻസും ടീച്ചേഴ്സും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ ഉള്ള പ്രോബ്ലംസിനെ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കുക. ആ ഒരു വേയിൽ തന്നെയാണ് ഇവിടെ പറയുന്നത് ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ. മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ ഏകീകരിച്ചുകൊണ്ട് ഒരു കൗൺസിൽ രൂപീകരിക്കുക. അതുവഴി ഡിസിഷൻ മേക്കിങ്ങും കൂടുതലായിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നത് എന്താണ്, വെൽഫെയർ ആൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം അവരുടെ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നതിന് മാനേജ്മെൻറ്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഗ്രൂപ്പിനെയാണ് ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ വർക്കേഴ്സ് കൗൺസിലായിരിക്കാം അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെയും കൂടിയും ഒരു ഇൻവോൾവ്മെൻറ്റ് വന്നിട്ടുള്ള കൗൺസിൽസ് ഉണ്ടായിരിക്കാം. 1970 തുടങ്ങിയിട്ട് തന്നെ ഈ ട്രേഡ് യൂണിയന് വളരെയധികം പ്രാധാന്യങ്ങൾ കൊടുത്തിരുന്നു. അതായത് ആദ്യമൊക്കെ വ്യവസായ സ്ഥാപനങ്ങളിൽ വർക്കേഴ്സിന് യാതൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അടിമകളെ പോലെ ആണ് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സംഘടിതമായിട്ടുള്ള ഒരു സംഘടന ഉണ്ടാക്കാനായിട്ട് തൊഴിലാളികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 1970-77 കൂടുതലായിട്ട് ട്രേഡ് യൂണിയൻസ് വരികയും ഈ എംപ്ലോയീസിൻ്റെ പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തന മേഖലകളിലേക്ക് വരികയും മാനേജ്മെൻറ്റിനെ വർക്കേഴ്സിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് ബോധവൽക്കരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ്മെൻറ്റ് വരികയും ഗവൺമെൻറ് തന്നെ ഈ ട്രേഡ് യൂണിയൻസിന് ഇൻവോൾവ്മെൻറ്റ് വരുത്തത്തക്ക വിധത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽക്ക് എംപ്ലോയീസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് ഉയർത്തി കാണിക്കാനായിട്ട് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ട് വന്നതോട് കൂടിയിട്ടാണ് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ 2000-കളിലാണ് അതിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് സാധാരണ പോലെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ. മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതിൽ കൂടുതൽ എന്താണ് അതിൻ്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റാവുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിനെയും കൂടിയും ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. രണ്ടാമത് പറയാനായിട്ട് സാധിക്കുന്നത് പേഴ്സണലായിട്ട് ഓരോ എംപ്ലോയീസിനും അവരുടെ കഴിവുകളെ ഉയർത്തി കാണിക്കാനായിട്ടും അവരുടെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നോളേജ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി അവർക്കത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ, റൈറ്റ് ടു സ്പീക്ക്, റൈറ്റ് ടു ഹിയർ. ആ പറയുന്ന അവകാശങ്ങൾ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ വരുമ്പോഴാണ്. അപ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സബോർഡിനേറ്റ്സും അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ ആശയങ്ങൾ വിനിമയം ചെയ്യാനായിട്ട് അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റിലും ബെനിഫിറ്റ്സിലും പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അതായത് സ്റ്റാഫിൻ്റെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾ ഉയർത്താനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ എംപ്ലോയീസിൻ്റെ എംപവർമെൻറ്റ്, അതായത് അവരുടെ ടാലൻറ്റ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ കഴിവുകൾ ഒക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് എഫിഷ്യൻസി മൊത്തമായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രസ്റ്റിന് റെഡ്യൂസ് ചെയ്യാനായിട്ട്, അതായത് പോസിബിലിറ്റി ടു റെഡ്യൂസ് ദ സോഷ്യൽ ഇൻട്രസ്റ്റ്, സാമൂഹികമായിട്ടുള്ള താല്പര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് പേഴ്സണൽ ഇൻട്രസ്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് നടപ്പിലാക്കാനായിട്ട് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ അഡ്വാൻറ്റേജസ് പറയുന്ന പോലെ തന്നെ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷനും എന്തുണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് വിച്ച് ആർ ഫേസ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതിൽ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജേഴ്സും അതുപോലെ തന്നെ സുപ്പീരിയേഴ്സും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഡിസിഷൻ ടേക്കൺ,
നമ്മൾ സജഷനൊക്കെ പറയുന്നുണ്ട്, എംപ്ലോയീസിൻ്റെ സജഷനൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും തീരുമാനങ്ങൾ വരുമ്പോൾ അതിന് കമ്പാരിറ്റീവ്ലി കുറവ് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ട്രേഡ് യൂണിയൻ വഴി അല്ലെങ്കിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എംപ്ലോയീസിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഐഡിയാസ് അല്ലെങ്കിൽ സജഷൻസ് ചോദിക്കുന്നുണ്ടെങ്കിലും ഇംപ്ലിമെൻറ്റേഷൻ്റെ കാറ്റഗറിയിൽ വരുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾ തന്നെയായിരിക്കും അവിടെ നടപ്പിലാകുന്നത് എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. സെക്കൻഡ് വണ്ണായിട്ട് നമുക്ക് പറയാനുള്ളത് ദർ ആർ ഡിഫറെൻറ്റ് ഡിഫിക്കൽട്ടീസ് ഇൻ ഒബ്റ്റെയിനിങ് ദ റിക്വയർഡ് റെസ്പോൺസിബിലിറ്റി, സ്ലോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്കാണ് വരുന്നത്. അതായത് സബോർഡിനേറ്റ്സിൻ്റെ അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിൻ്റെ അഭിപ്രായങ്ങളും കൂടി അറിഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ടൈം ലാഗിങ് ആണ്. ഒരു പെട്ടെന്നെടുക്കുന്ന ഒരു തീരുമാനത്തിൽ ചിലപ്പോൾ സബോർഡിനേറ്റ്സിൻ്റെയും കൂടി തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെയും കൂടിയും അഭിപ്രായം ചിലപ്പോൾ എടുക്കാനായിട്ട് സാധിക്കില്ല. അതായത് അതും കൂടി നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് വരുമ്പോൾ സമയം കൂടുതൽ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന അതോറിറ്റീസ് ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും ചിലപ്പോൾ കൺവിൻസിങ് ആയിട്ട് വരില്ല. ഒരു ജോബ് എടുക്കാനായിട്ട് ചിലപ്പോൾ ആരും തയ്യാറാകാത്ത ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായിട്ട് പറയാം, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. തേർഡ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് അവിടെ ഡിഫറെൻറ്റ് ബാരിയേഴ്സ് വരുന്നുണ്ട്. അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ വരുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് ബാരിയേഴ്സ് വരുന്നുണ്ട്. അതായത് ഏതൊക്കെ ബാരിയേഴ്സാണ് വരുന്നത് നമുക്കറിയാം. ഈ റിസൾട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ മെഷർമെൻറ്റിൽ വരുന്നത്. ഇവിടെ വരുമ്പോൾ ഇന്നാഡിക്വേറ്റ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ഫോർ ദ ഇഫക്റ്റീവ് പ്രൊഡക്ടിവിറ്റി. നമുക്ക് ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ എംപ്ലോയീസിനും നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ പീരിയോഡിക്കലായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ എൻഹാൻസിങ് ദ എംപവർമെൻറ്റ് ഓഫ് ദ എംപ്ലോയീസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് എംപ്ലോയീസിന് ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ചിലപ്പോൾ ആ ഓർഗനൈസേഷന് അത്രത്തോളം പണം ചിലവാക്കിക്കൊണ്ട് ഈ ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാംസ് നടപ്പിലാക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. അങ്ങനെ വരുമ്പോൾ എംപവർമെൻറ്റ് ഓഫ് ദ സബോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ഒരു ആശയം ചിലപ്പോൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ പറയാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ കാര്യമായിട്ട് ആശയത്തിലുണ്ടെങ്കിലും പ്രാക്ടിക്കലി അത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല. രണ്ടാമതായിട്ട് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സബോർഡിനേറ്റ്സിനെയും കൂടി ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ടൈം ലാഗിങ് വരുന്നുണ്ട്. സ്ലോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വരും. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ആ ഡിവിഷനിൽ അല്ലെങ്കിൽ അലോക്കേഷനിൽ ചിലപ്പോൾ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആവശ്യമുള്ളത് ചിലപ്പോൾ എല്ലാ ഓർഗനൈസേഷനും കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് ആദ്യ കാലഘട്ടത്തിൽ ട്രഡീഷണൽ പീരീഡിൽ നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് കൊണ്ടുവന്ന ആ വർഷങ്ങളിൽ നമുക്കറിയാം 1880 ഒരു മനുഷ്യർക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത്. വേറൊരു സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടായിരുന്നു. അതായത് അവർ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുക, അവർ നിർബന്ധമായിട്ട് ജനങ്ങളിൽ ആശയം അടിച്ചേൽപ്പിക്കുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. പിന്നീടാണ് നമ്മുടെ ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയുന്നത് 1920 ഡെവലപ്പ് ചെയ്തപ്പോഴൊക്കെയാണ് ഈ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഹോത്തോൺ എക്സ്പെരിമെൻറ്റോ ഹോത്തോൺ ഇഫക്റ്റും വരുമ്പോൾ 1920 തുടങ്ങിയിട്ട് 1950 വരെയുള്ള ഒരു മാനേജ്മെൻറ്റ് തോട്ടിലാണ് ഇങ്ങനെയൊരു മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഹ്യൂമൻ ബീയിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് സയൻറ്റിഫിക്കായിട്ടും അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടും സോഷ്യോളജിക്കലായിട്ടും മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹോത്തോൺ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നതിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കാനായിട്ട് ഇഫക്റ്റീവായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് പല കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെയും സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് വന്നതോടു കൂടിയിട്ടാണ് കൂടുതലായിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ
കാലഘട്ടത്തിലും, അതായത് ഇപ്പം നമ്മൾ 2000s നിൽക്കുന്നുണ്ടെങ്കിലും ബിസിനസ് റിവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ ഓഫ് സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നതിൽ കാര്യമായിട്ടുള്ളൊരു പ്രാധാന്യമൊന്നും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു റാങ്കിങ് നോക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മാനേജ്മെൻറ്റിന് തന്നെയാണ്. അവിടെ ഒരു ഫ്രീഡം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരു പരിധിവരെ ഗവൺമെൻറ്റിന് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആയിരിക്കും, ചിലപ്പോൾ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ആയിരിക്കും. അവിടുത്തെ സൈസ് ഓഫ് ഓർഗനൈസേഷനും അല്ലെങ്കിൽ അവരുടെ ഒരു ലെവൽസ് എന്ന് പറയുന്നതിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയുടെ ബേസ് ചെയ്തിട്ട് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ട് സെൻറ്റൻസ് മാത്രമേ നമ്മളിവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുള്ളൂ. മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷനിൽ ഡിസിഷൻ മേക്കിങ്ങിലും അതോടൊപ്പം തന്നെ സ്വന്തമായിട്ടുള്ള കഴിവുകളെ എംപവർമെൻറ്റ് ഉയർത്താനായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ രണ്ട് കാറ്റഗറിയിലാണ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഇന്നത്തെ ക്ലാസ് ഫോളോ ഉണ്ട് എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇഫ് ദർ ഈസ് എനി ഡൗട്ട്സ് പ്ലീസ് ഇൻട്രാക്ട് അറ്റ് ദ ടൈം ഓഫ് യുവർ ഇൻട്രാക്ഷൻ ടൈം. ഓക്കെ.